ശ്രീ പൊടിപ്പാറ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ റിപ്പോർട്ട് KPCC നേതൃത്വത്തിന് കൊടുത്തിട്ട് മാസങ്ങളായി. ഇതുവരെ അത് ഒരു തരത്തിലും പരിശോധിക്കാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. കോൺഗ്രസിനകത്ത് ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകളുടെ ഒരു സ്ഥിതി പരിതാപകരമാണ്. ഇത് കെ മുരളീധരൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. CV പത്മരാജൻ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇപ്പോഴും ആളുകൾ ഉദാഹരിക്കുന്നതാണ്. അപ്പോൾ അത് പുറത്തു വരാതെ അതേക്കുറിച്ച് പാർട്ടി സമയബന്ധിതമായി പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുന്നില്ല. മറുഭാഗത്ത് കുറേ കഴിയുമ്പോൾ അതിലെ ചില ഭാഗങ്ങളൊക്കെ വാർത്തയായി വരുന്നു. അപ്പോഴേക്ക് അതേക്കുറിച്ച് അത് നിരാകരിക്കാൻ നേതൃത്വം കാട്ടുന്ന അത്രയും അധ്വാനം വേണ്ട. സത്യത്തിൽ രാഷ്ട്രീയമായി ഇതേക്കുറിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അതിന് കുറേ കൂടി ഒരു ഗൗരവവും ഒരു ജാഗ്രതയും അല്ലെങ്കിൽ ആളുകൾക്ക് താല്പര്യവും വരുമായി. ഇതൊന്നും സംഭവിച്ചിട്ടില്ല. കെ മുരളീധരൻ ഏറ്റവും ഒടുവിൽ അടക്കം പ്രതികരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ഇക്കാര്യങ്ങളിലുള്ള അതൃപ്തി, നേതൃത്വം ഇത് കൈകാര്യം ചെയ്യുന്നതിലെ ശരിയായ ഒരു രാഷ്ട്രീയ രീതിയില്ലായ്മ ഈ വിഷയത്തിലെ ഒരു പൊതുപ്രശ്നമാണോ ശ്രീ പൊടിപ്പാറ? കെ മുരളീധരന് സ്വാഭാവികമായിട്ടും പരാതിപ്പെടാനുള്ള എല്ലാ അർഹതയുണ്ട്, വേദനിക്കാനുള്ള അർഹതയുണ്ട്, അതുപോലെ തന്നെ നിരാശനാകാനുള്ള അർഹതയുണ്ട്. അതിനൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. തൃശ്ശൂരിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു, എന്നിട്ടും പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിൻ്റെ പൊരുൾ തേടി കാരണം തേടുമ്പോൾ അദ്ദേഹത്തിന് പറയാം സംഘടനാപരമായ ദൗർബല്യങ്ങൾ. പക്ഷേ ആ സംഘടനാപരമായ ദൗർബല്യത്തിൻ്റെ പ്രധാന കാരണക്കാർ തൃശ്ശൂരിലെ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല, വേണ്ട ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. ജയിപ്പിക്കണം എന്ന ആ ഉറച്ച വിശ്വാസത്തോടെ പ്രവർത്തിച്ചില്ല എന്ന് മുരളീധരൻ പറയുന്നു. പക്ഷെ മുരളീധരൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായത് നേതൃത്വത്തിന് വേണ്ടി ചെയ്തൊരു മഹാത്യാഗമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മുരളീധരന്റെ കൂടി അംഗീകാരത്തോടെ, മുരളീധരന്റെ കൂടി സമ്മതത്തോടെ മാത്രമേ അങ്ങനെ ഒരു മണ്ഡലം മാറ്റം നടക്കുള്ളൂ. അവിടെയാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുന്നതും അദ്ദേഹത്തിന്റെ തെറ്റായി ആവർത്തിച്ചു അത് മാറ്റിവെച്ചിട്ടല്ല മുരളീധരൻ സംസാരിക്കുന്നത്. ഒരു സവിശേഷ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ BJPയിൽ ചേരുന്നു. അത് സൃഷ്ടിച്ചൊരാഘാതത്തിന് ഒരു ബദൽ, ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു ബദൽ ഒരു തന്ത്രം എന്നുള്ള നിലയ്ക്കാണ് വടകരയിലെ സിറ്റിംഗ് MP ആയിരുന്ന മുരളീധരൻ തൃശ്ശൂർക്ക് വരുന്നതും പാലക്കാട് സിറ്റിംഗ് MLA ആയിരുന്ന ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോകുന്നതും. ഷാഫി വടകരയ്ക്ക് പോയ പരീക്ഷണം വലിയ വിജയമായി. പക്ഷെ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന, കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്ന തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് ദയനീയമായ തോൽവിയാണ്. ഈ തോൽവിക്ക് കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കോൺഗ്രസ് സംഘടനയിലെ ചിലരുടെ ഒരു ഇടപെടൽ മാത്രമാണ്, അല്ലെങ്കിൽ അവരുടെ കുറ്റം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറ്റമുണ്ട്. അവര് നേതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവരവരുടെ പൂർണ്ണ ശേഷി വിനിയോഗിച്ചില്ല എന്നുള്ളതൊക്കെ നമുക്ക് അംഗീകരിക്കാമെങ്കിലും അത് മാത്രമാണ് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുരളീധരന്റെ പരാജയത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് തൃശ്ശൂരിലെ നേതൃത്വത്തിന്റെ ദൗർബല്യങ്ങളാണ്, അവരുടെ കഴിവുകേടാണ്, ജയിക്കണമെന്ന വാശിയോടെയുള്ള പ്രവർത്തനം ഇല്ലാതെ പോയതാണ് എന്നുള്ളതൊക്കെ അംഗീകരിക്കപ്പെടും. ഈ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ അവരുടേതല്ലാത്ത കുറെ കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, കഴിഞ്ഞ 5 വർഷമായിട്ട്, കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് ശേഷം സുരേഷ് ഗോപി തൃശ്ശൂരിൽ തമ്പടിച്ച് നടത്തിയ പ്രവർത്തനം. 5 വർഷവും അദ്ദേഹം ഈ പറഞ്ഞ പോലെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് വിവിധ വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളെയും അതുപോലെ തന്നെ മറ്റു ഹൈന്ദവ വിശ്വാസികളെയും ഒരുപോലെ കയ്യിലെടുക്കാൻ നടത്തിയ ചില പ്രവർത്തനങ്ങൾ, അതിൽ ഈ ലൂർദ് മാതാവിൻ്റെ ശിരസിൽ കിരീടം സമർപ്പിച്ചത് അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ, പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒക്കെ അദ്ദേഹം ചെയ്തു എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് വന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ബേസിക്കലി, ഞാൻ സുരേഷ് ഗോപിയുടെ ആരാധകനല്ല. സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ചോ അതിനൊന്നും വലിയ എന്താ പറയാ ആഭിമുഖ്യമുള്ള ഒരാളുമല്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നു, സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ സുരേഷ് ഗോപി പല കാര്യങ്ങളും ചെയ്തു. മാത്രമല്ല, അവരിൽ പലരും വിചാരിച്ചത്, ആഫ്റ്റർ ഓൾ ഹീസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ്, ഒരു നല്ല മനുഷ്യനാണ്, അലിവുള്ള, ആർദ്രതയുള്ള, മറ്റുള്ളവരുടെ വേദനകളിൽ സങ്കടങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ഇവരെ മറ്റു രണ്ടുപേരെ അപേക്ഷിച്ച് മറ്റു രണ്ടുപേരും നല്ല ഒന്നാന്തരം രാഷ്ട്രീയക്കാരാണ്. പക്ഷെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആള് രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള നിലയ്ക്ക് കുറെ കൂടി ആർദ്രതയും അനുകമ്പയും മനുഷ്യത്വവും ഒക്കെ ഉള്ള ഒരാള്. ഒരു തവണ, ഈ കഴിഞ്ഞ തവണയും തോറ്റു, അതിനുശേഷം വീണ്ടും പലവണ തോൽക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാം എന്നൊരു തോന്നൽ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തുകൂടാ
ഈ നല്ല മനുഷ്യൻ എന്തുകൊണ്ട് തൃശ്ശൂരിൽ ജയിപ്പിച്ചുകൂടാ എന്നൊരു ചിന്ത BJP-ക്കാരല്ലാത്ത ഒരു വലിയ വിഭാഗത്തിനുണ്ടായി. ആ കൂട്ടത്തില് ക്രൈസ്തവരുണ്ട്, അതുപോലെ തന്നെ മറ്റു വിഭാഗങ്ങളിൽ പെട്ടവരുമുണ്ട്. CPM-ൽ തന്നെ പെട്ട ഒരുപാട് പേര് പഴയ കാലത്ത് അല്ലെങ്കിൽ മുമ്പ് CPM-ന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു വിഭാഗം ആളുകൾ. അതിന് ഞാൻ കാരണം പറയുന്നത് എന്താ വെച്ചാൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടിയ ഭൂരിപക്ഷം പരിശോധിച്ചാൽ ലക്ഷങ്ങളിലധികം ഭൂരിപക്ഷത്തിലാണ് ഈ 7 നിയോജകമണ്ഡലങ്ങളിൽ ഇടതുമുന്നണിയുടെ വിജയം. ആ വിജയം നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടും രണ്ടാണെന്നൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. എങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 7 നിയോജക മണ്ഡലങ്ങളിൽ CPM-ന് കിട്ടിയ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് കിട്ടിയ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ അവിടെ VS സുനിൽകുമാർ അനായാസം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താ? സുരേഷ് ഗോപി വിജയിക്കുന്നു. ഇടതുമുന്നണിക്ക് ആ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ ആ നിരീക്ഷണം ശ്രീ പൊടിപ്പാറ അതത്ര യുക്തിസഹമാണോ? കാരണം 2021 എന്ന് പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം വളരെ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു തുടർ ഭരണത്തിലേക്ക് പോകുന്നു. വളരെ ശക്തമായ ഇടത് തരംഗം ഉണ്ടാകുന്നു. ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ പോലും ഇടതുപക്ഷത്തേക്ക് വോട്ട് ചെയ്യുമ്പോൾ സാമാന്യേന തൃശ്ശൂരിലെ നിയോജക മണ്ഡലങ്ങളിൽ ജയിക്കുമ്പോൾ കിട്ടാവുന്ന ഭൂരിപക്ഷത്തിനും അപ്പുറത്തേക്ക് പോയിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന ഒരു എക്സെപ്ഷണൽ സിറ്റുവേഷനെ വെച്ചിട്ട് നമുക്ക് 24-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരതമ്യം ചെയ്യുന്നത് യുക്തിസഹമാണോ? ഞാൻ സാന്ദർഭികമായി യുക്തിസഹമല്ലായിരിക്കാം ശരത്തെ. എന്റെ ചോദ്യം അതാണ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ കോൺഗ്രസിന് മുമ്പ് കഴിഞ്ഞ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ എല്ലാ തലത്തും കോൺഗ്രസിനോട് ചേർന്ന് നിന്ന ചില സമുദായ വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങളിൽ നിന്ന് വൻതോതിൽ വോട്ട് സുരേഷ് ഗോപിക്ക് പോയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കാം. അതുപോലെ തന്നെ LDF-ന് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന തൊട്ട് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നന്നായി വോട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അവർക്ക് മാത്രമായിട്ട് വോട്ട് ചെയ്തിരുന്ന ആളുകളിലും ഒരു വലിയ വിഭാഗം സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പോൾ വോട്ട് ചോർന്നത് UDF-ൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ K മുരളീധരന് മാത്രം കിട്ടേണ്ട വോട്ടല്ല പോയത്. സുനിൽകുമാറിന് കിട്ടേണ്ട വോട്ടുകളും വൻതോതിൽ ചേർന്നു. അവിടെ പൂരം കലക്കല്, അങ്ങനെ ഒരുപാട് വിവാദങ്ങളുണ്ടായി. അതെല്ലാം അദ്ദേഹം നന്നായി ഉപയോഗിച്ചു. മാത്രമല്ല, പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, പലരും ചൂണ്ടിക്കാണിക്കാത്തൊരു കാര്യം. ഒരു ഉദാഹരണം നോക്കാം. അന്ന് ആ തെരഞ്ഞെടുപ്പ് ദിവസം പൂങ്കുന്നത്ത് ഒരു വലിയ തർക്കം നടന്നു. ആ തർക്കം എന്താണെന്ന് വെച്ചാൽ, പൂങ്കുന്നത്ത് താമസക്കാരല്ലാത്ത ഒരുപാട് ആളുകൾ അവിടുത്തെ ചില ഫ്ളാറ്റുകളിലെ താമസക്കാരെന്ന വ്യാജേന അവരവിടെ വോട്ട് ചെയ്യാൻ വന്നു. അത് ഇടതുമുന്നണിയും UDF ഒക്കെ തടയാൻ ശ്രമിച്ചു. ജില്ലാ കളക്ടർ വരെ ഇടപെട്ടു. പക്ഷെ ഒടുവിൽ ജില്ലാ കളക്ടർ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ അവരുടെ പേരുണ്ട്, അതുകൊണ്ട് തന്നെ അവരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയാനൊക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJP ഈ രീതിയിൽ വൻതോതിൽ വോട്ടുകൾ ചേർക്കേണ്ടായി. 50,000-ലധികം വോട്ടുകൾ അവർ പുതുതായിട്ട് ചേർത്തു. ഈ തന്ത്രം ഈ രണ്ട് മുന്നണികളും വേണ്ടത്ര മനസ്സിലാക്കിയില്ല. പ്രത്യേകിച്ച് UDF തീരെ മനസ്സിലാക്കിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം തൃശ്ശൂരിലെ നേതൃത്വം അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അതിന് തടയിടാനോ പ്രതിരോധിക്കാനോ ഉള്ള രീതിയിൽ സുസംഘടിതമായ രീതിയിൽ പ്രവർത്തിച്ചില്ല. അവിടെയാണ് ഈ നേതൃത്വത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത്. അവര് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൂടെ പോയത് കൊണ്ട് മാത്രം കാര്യമില്ല, മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. തീർച്ചയായും